അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള പൊതുപരീക്ഷാ ക്ലാസ്സായ 5ലെയും 7ലെയും കിതാബുകൾ ആസ്പദമാക്കിയുള്ള ചർച്ചയായിരിക്കും. പ്രത്യേകിച്ച് ലിസാനുൽ ഖുർആൻ ആകുമ്പോൾ പറയേണ്ടതില്ലല്ലോ, ഖുർആൻ്റെ ഭാഷ എന്നുള്ളതാണല്ലോ. ഖുർആൻ്റെ ഭാഷയെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. സാധാരണ അറബി വായിക്കുന്നത് പോലെയല്ല വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമുക്കറിയാം. അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് ചെറിയ ചില അല്പം കാര്യങ്ങൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 5ലെയും 7ലെയും ലിസാൻ ആസ്പദമാക്കിയുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അതേപോലെ തന്നെ പരീക്ഷാ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അല്പം ചില പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഉത്തരം അറിയുമെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ചോദ്യം മനസ്സിലാകാത്ത ചില സംശയങ്ങൾ, അതാണോ ഇതാണോ എന്നൊക്കെ ഉള്ളതായ സംശയങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ഏറെക്കുറെ കാണാം എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. ഈ ചാനൽ തുടങ്ങുന്നത് സാധാരണ എന്ത് സംശയം ഉണ്ടാകുമ്പോഴും നമ്മൾ പുസ്തകത്തിലേക്കോ നോട്ടിലേക്കോ അല്ലെങ്കിൽ ഉസ്താദിനോടോ ചോദിക്കാതെ നേരെ യൂട്യൂബിലേക്ക് നോക്കുന്ന ചില കുട്ടികളുണ്ട്. അവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത്. വിശുദ്ധ ഖുർആൻ ആകട്ടെ, പുസ്തകമാകട്ടെ, അതെല്ലാം സംശയങ്ങൾ നമ്മൾ തീർക്കേണ്ടത് നമ്മുടെ ഉസ്താദുമാരായ നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഉസ്താദുമാരോടാണ് അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനൊക്കെ നമ്മൾ നേരിട്ട് തന്നെ ഉസ്താദിൽ നിന്ന് തന്നെ കേട്ട് പഠിക്കേണ്ട ഒന്നാണ്. സാധാരണ ഒരു അറബി പുസ്തകം പോലെയല്ല വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. എങ്കിലും നമ്മൾ ഓതുന്നത് ഒരു കാരണവശാലും ഓത്തിൽ പിഴവ് സംഭവിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിന് അള്ളാഹു തആല മഹത്വം നൽകിയത് എത്രത്തോളമുണ്ടോ അതൊക്കെ നമ്മൾ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിക്കുന്നവരിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചാനൽ നമ്മുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിച്ച് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതേപോലെ തന്നെ സബ്സ്ക്രൈബും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് വെക്കുക എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.